ഹായ് ഓൾ, വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വരുന്ന മാസങ്ങളിൽ, അതായത് ഈ വരുന്ന ഒരു 3-4 മാസം കൊണ്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന അപ്കമിങ് കാഴ്സിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ആദ്യമേ തന്നെ നമുക്ക് പറയാനുള്ളത് ടാറ്റ ഹാരിയർ EV ആണ്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വെഹിക്കിളും കൂടാണ്. ടാറ്റ ഹാരിയർ EVയുടെ ഒരു ടെസ്റ്റ് വീഡിയോ ഒക്കെ നമ്മൾ ഇതിനോടകം പല കമ്പനി തന്നെ വിട്ടിരുന്ന വീഡിയോസും എല്ലാം നമ്മളിപ്പോൾ കണ്ടിട്ടിരിക്കുകയാണ്. ടാറ്റ ഹാരിയർ EVയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓൾ വീൽ ഡ്രൈവ് ടെക്നോളജി വരുന്നുണ്ട് വെഹിക്കിളിൽ. അതുകൊണ്ട് തന്നെ അതായത് ഇപ്പം നമ്മുടെ എക്സിസ്റ്റിംഗ് ഐസ് എഞ്ചിനിൽ വരുന്ന ഹാരിയറിൽ നമുക്ക് ഓൾ വീൽ ഡ്രൈവ് വരുന്നില്ല. അപ്പം ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിളിൽ ഓൾ വീൽ ഡ്രൈവ് ടെക്നോളജി വരുന്നുണ്ട്. അത് ഒരു ഏറ്റവും ഒരു എന്താ പറയുന്നത് എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു കാര്യം കൂടാണ്. പിന്നെ അതുകൂടാതെ നമുക്ക് അതിൻ്റെ ഒരു ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു 60 kWh ബാറ്ററി പാക്ക് ആയിരിക്കും. ഇതൊക്കെ നമ്മൾ പല സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇതൊരു കറക്റ്റ് ആവണമെന്നില്ല, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും. എങ്കിലും എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു 60 kWh ബാറ്ററി പാക്ക് ആയിരിക്കും നമ്മുടെ ഹാരിയർ EVയിൽ വരുന്നത്. ഒരു റേഞ്ച് വരുമ്പോൾ ഒരു 500 to 600 കിലോമീറ്റർ ആയിരിക്കും റേഞ്ചും വരുന്നത്. വെഹിക്കിളിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 20 to 30 lakhs ആയിരിക്കും വെഹിക്കിളിൻ്റെ ഒരു എക്സ്ഷോറൂം പ്രൈസ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ ആണ്. അത് വെഹിക്കിൾ ഇപ്പം നമ്മുടെ ഈ ഒരു ജൂൺ മാസം ഫസ്റ്റ് വീക്കിൽ തന്നെ ലോഞ്ചും ഉണ്ടാവും. അടുത്ത നമ്മൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വെഹിക്കിളാണ്, മാരുതിയുടെ ആദ്യത്തെ ഇലക്ട്രിക് വെഹിക്കിളാണ് മാരുതി E-Vitara. നമ്മുടെ തന്നെ ചാനലിൽ നമ്മുടെ E-Vitarയുടെ ഒരു വീഡിയോ നമ്മൾ വാക്ക് അറൗണ്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഉടനെ തന്നെ ഒരു സെപ്റ്റംബറോടുകൂടി തന്നെ ലോഞ്ച് ഉണ്ടായിരിക്കും ആ ഒരു വെഹിക്കിളിൻ്റെ. അതിൻ്റെ ഒരു ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് 49 kWh ബാറ്ററി പാക്കും വരുന്നുണ്ട്, 61 kWhന്റെ ബാറ്ററി പാക്കും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമുക്കൊരു 400 to ഒരു 550 അല്ലെ 600 ആയിരിക്കും മാക്സിമം ഒരു റേഞ്ച് വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 20 lakhs to 25 lakhs ആയിരിക്കും പ്രൈസ് റേഞ്ച് നമ്മൾ ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഒരു പുതിയ ബ്രാൻഡാണ്, ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന ഒരു പുതിയ ബ്രാൻഡാണ്, ഒരു വിയറ്റ്നാം ബ്രാൻഡാണ്. വിൻഫാസ്റ്റ് എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. അവരുടെ 2 മോഡൽസ് ആണ് നമ്മുടെ ഈ ഒരു മാസം അല്ലെങ്കിൽ ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസത്തോടുകൂടി ലോഞ്ച് ഉണ്ടാകും. അത് VF7, VF6 അങ്ങനെ 2 മോഡലാണ്. നമ്മുടെ ഭാരത് മൊബിലിറ്റിയിൽ അവർ ആ ഒരു എക്സ്പോയിൽ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു 2 മോഡൽസ്. പിന്നെ ഈ ഒരു ബ്രാൻഡ് ഒരു 2017 ആ ഒരു സമയത്താണ് ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്ന ഒരു ബ്രാൻഡാണ്. പിന്നെ ഇപ്പം ഓൾറെഡി നമ്മുടെ തമിഴ്നാട് തൂത്തുക്കുടിയിൽ ഇവരുടെ പ്ലാന്റ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്, മാനുഫാക്ചറിങ് പ്ലാന്റ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വെഹിക്കിളിൽ VF7ൽ നമുക്കൊരു ബാറ്ററി പാക്ക് ഒക്കെ വരുന്ന ഒരു 79 kWhന്റെ ഒരു ബാറ്ററി പാക്ക് ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ നമുക്ക് VF6ലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു 59 kWh ബാറ്ററി പാക്ക് ആയിരിക്കും. VF7 വരുമ്പോഴത്തേക്കിന് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ അതിൻ്റെ ഒരു പ്രൈസ് എന്നൊക്കെ പറയുന്നത് ഒരു 25 to 30 lakhs ആയിരിക്കും. VF6ലേക്ക് വരുമ്പോഴത്തേക്കിന് ഒരു 20 to 25 lakhs ആയിരിക്കും അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച്. ഹുണ്ടായുടെ വെന്യൂ ആണ്, വെന്യൂവിൻ്റെ ഒരു പുതിയ മോഡൽ വരാനിരിക്കുകയാണ്. അത് ഉടനെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് ആ ഒരു ടൈമിൽ തന്നെ ഉണ്ടാവും. അതിനകത്ത് കുറച്ച് ആഡ് ഓൺ ഫീച്ചേഴ്സ്, ഇപ്പം അഡാസ് ഫീച്ചേഴ്സ്, 360-degree ക്യാമറ, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ആഡ് ഓൺ ഫീച്ചേഴ്സ്, പാനോറമിക് സൺറൂഫ്, ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക്, ഇങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സും കൂടെ ആഡ് ഓൺ ചെയ്ത് വരുന്നതായിരിക്കും ഹുണ്ടായ് വെന്യൂ. പിന്നെ ഹുണ്ടായ് വെന്യൂവിൻ്റെ ഒരു EV വെർഷനും കുറേ നാളായിട്ട് റൂമറൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫൈനൽ അപ്ഡേറ്റ് ഒന്നും ഇതുവരെയും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതവിടെ നിൽക്കട്ടെ. അടുത്ത നമുക്ക് വോക്സ്വാഗൺ ടൈറോൺ ആണ്. ടൈറോൺ വരുമ്പോഴത്തേക്കിന് ഒരു 45 to 55 lakhs ആണ് ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് വരുന്നത്. അത് നമുക്ക് അതിൻ്റെ ഒരു വെഹിക്കിളിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് 7-seater ഓപ്ഷനും വരുന്നുണ്ട്, കൂടാതെ 5-seaterഉം വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മാരുതി ബ്രസയാണ്. ബ്രസയുടെ ഒരു ഫേസ് ലിഫ്റ്റ് വെർഷൻ വരുന്നുണ്ട്. അതിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ലാർജർ സ്ക്രീൻസും കാര്യങ്ങളും ഒക്കെയാണ് ആ ഒരു വെഹിക്കിൾ വരുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നും നമുക്ക് അതിൻ്റെ അറിയാൻ സാധിച്ചിട്ടില്ല. ഒരു ഓഗസ്റ്റോട് കൂടിയൊക്കെയാണ് ആ ഒരു വെഹിക്കിളിന്റെ ലോഞ്ച് വരുന്നത്. അടുത്ത നമ്മുടെ ലാസ്റ്റ് വെഹിക്കിൾ ടാറ്റ പഞ്ചാണ്. പഞ്ചിന്റെ ഒരു ഫേസ് ലിഫ്റ്റ് ആണ് വരാൻ പോകുന്നത്. നമുക്കിപ്പം അറിയാം ടാറ്റയുടെ ലൈനപ്പിലുള്ള വെഹിക്കിൾസിന്റെ ഒക്കെ ഒരു ഫ്രണ്ട് ലുക്കും ഒക്കെ മൊത്തത്തിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരേപോലുള്ള ഒട്ടുമിക്ക വെഹിക്കിൾസിനും ഒരേ ഒരു സിമിലാരിറ്റി ഉണ്ടല്ലോ. ആ ഒരു ഫ്രണ്ടിലെ ബമ്പേഴ്സും കാര്യങ്ങളും പിന്നെ ആ ഒരു ഡിയറിലൊക്കെ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ടാറ്റ പഞ്ചും വരുന്നതാണ്. അത് ഓൾമോസ്റ്റ് ഒരു സെപ്റ്റംബർ ആ ഒരു ടൈമോടുകൂടി തന്നെ ലോഞ്ച് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഒരു വരാനിരിക്കുന്ന നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ വെഹിക്കിളിൽ നിങ്ങളുടെ കാത്തിരുന്ന വെഹിക്കിളൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.